നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് ജില്ലയിലെ 3 മണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചരിത്ര വിജയം നേടും. മാനന്തവാടിയിൽ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥി OR കേളു രാഷ്ട്രീയത്തിനതീതമായ പിന്തുണ ഇപ്പോൾ തന്നെ ഉണ്ട്. വോട്ടർമാർക്കിടയിൽ വലിയ സ്വീകാര്യത നേടിക്കഴിഞ്ഞു. കഴിഞ്ഞ വർഷത്തേക്കാൾ ഭൂരിപക്ഷത്തിന് അദ്ദേഹം വിജയിച്ചു വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൽപ്പറ്റയും ബത്തേരിയും UDFിൽ നിന്ന് LDF ഇത്തവണ തിരിച്ചു പിടിക്കും. 3 മണ്ഡലങ്ങളിലും LDF MLAമാർ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വിധിയെഴുത്തായിരിക്കും ഏപ്രിൽ 9 നടക്കുന്നത്. 2006 സമാനമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം വയനാട്ടിൽ നിലനിൽക്കുകയാണ്. UDF നിരന്തരം കള്ളപ്രചാരവേലകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകളെ പറ്റിക്കുന്ന രീതിയിൽ, അവർക്കിടയിൽ ആശങ്കയുണ്ടാക്കുന്ന രീതിയിലും ഉള്ള പ്രചരണ രീതികളാണ് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് വീട് വെച്ച് നൽകാത്തത് വലിയ വാർത്തയായി. രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ കൊണ്ടുവന്ന് തറക്കല്ലിടിയിച്ചു. നമ്മുടെ MP കൂടെ ഉണ്ടായിരുന്നു. നാളെ നമ്മുടെ MP വയനാട്ടിൽ വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. MP ജനങ്ങളോടൊരു കാര്യം പറയാൻ ബാധ്യതയുണ്ട്. അവർക്ക് തറക്കല്ലിട്ടത് ആളുകളെ പറ്റിക്കാനാണോ, പൈസ ഇല്ലാതെയാണോ തുടങ്ങിയ കാര്യങ്ങൾ അവരുടെ ദേശീയ നേതാവ് കൂടിയാണ് MP. അവർ ജനങ്ങളോട് പറയാൻ ബാധ്യതപ്പെട്ടതാണ്. ഇപ്പോൾ KPCC പ്രസിഡന്റ് പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ പണമില്ല, അതുകൊണ്ട് വീട് പണിയെക്കുറിച്ച് ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നില്ല എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം കള്ളക്കണക്കാണെന്ന് രാജ്യത്തിലെല്ലാവർക്കും അറിയാം. പണം കൊടുത്ത കോൺഗ്രസ് അനുഭാവികളെയും വിശ്വാസികളെയും പോലും അപമാനിക്കുന്ന രീതിയിലാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം ഇപ്പോൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്തെല്ലാം കൽപ്പറ്റയിലെ UDF സ്ഥാനാർത്ഥി നിരന്തരമായി ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ശേഷവും ഒക്കെ ഇന്ന് ദിവസം പണി ആരംഭിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യും എന്ന് നിരന്തരമായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ്. ദുരന്തത്തിൽപ്പെട്ടവരുടെ കണ്ണീര് വിറ്റ് പണമുണ്ടാക്കി, ഫണ്ടുണ്ടാക്കി, ആ ഫണ്ട് തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പോലും ഉപയോഗിക്കുന്ന രീതിയിലാണ് എന്ന വലിയ ആക്ഷേപം പത്രങ്ങളിലകം ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള യോഗ്യതയില്ലാത്ത ഒരാളാണ് UDFിൻ്റെ സ്ഥാനാർത്ഥി, സ്ഥലം MLA കൂടിയായിട്ടുള്ള സിദ്ദിഖ് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലുകളും പ്രസ്താവനകളും കാണാൻ വേണ്ടി കഴിയും. ശ്രുതിയുടെ കാര്യത്തിൽ അദ്ദേഹമാണ് 120 ദിവസം കൊണ്ട് വീടുണ്ടാക്കി കൊടുക്കുമെന്ന് പത്രസമ്മേളനം നടത്തി എല്ലാവരോടും പറഞ്ഞിരുന്നത്. ഇപ്പോൾ അത് നിഷേധിക്കുകയാണ്. എനിക്കൊരു ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട കാര്യമില്ല എന്ന് UDF നേതാക്കൾ പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ തെറ്റായ കാര്യങ്ങളെ ന്യായീകരിക്കുന്ന, ആളുകളെ പറ്റിക്കുന്ന, വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് UDF പ്രത്യേകിച്ച് കോൺഗ്രസും തുടർച്ചയായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള വിധിയെഴുത്ത് വയനാട്ടിലുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ഇന്ന് പത്രസമ്മേളനം നടത്തിയപ്പോൾ NM വിജയൻ്റെ കുടുംബത്തെ അപമാനിക്കുന്ന രീതിയിൽ, അവരെ മരണത്തിലേക്ക്, ജീവിച്ചിരിക്കുന്നവരെ കൂടി മരണത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലാണ് ലീഗ് നേതാവിൻ്റെ പ്രതികരണം ഉയർന്നു വന്നിരിക്കുന്നത്. സർക്കാർ അന്വേഷിക്കണം. സർക്കാരൊക്കെ അന്വേഷിച്ചു. വിജിലൻസ് കേസിലെ പ്രതിയാണ് IC ബാലകൃഷ്ണൻ. ആത്മഹത്യാ പ്രേരണ കേസിലെ പ്രതിയാണ് IC ബാലകൃഷ്ണൻ. എല്ലാ അന്വേഷണവും നടത്തിയിട്ടുണ്ട്. അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുള്ള പ്രചരണ രീതികൾ അവർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മാത്രമല്ല, ഇന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് പറയുകയാണ്, കേരളത്തിലെ ഗവൺമെൻറ്റാണ് രാത്രിയാത്രാ നിരോധനത്തിൽ ഇടപെട്ടിട്ടില്ല. നഞ്ചൻകോട് നിലമ്പൂർ റെയിൽവേ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. ബഫർ സോണിൻ്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. അതുപോലെ തന്നെ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെട്ടിട്ടില്ല. എത്രമാത്രം ആളുകളെ പറ്റിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചു ആലോചിച്ച് നോക്ക്. രാഹുൽ ഗാന്ധി MP സ്ഥാനം രാജിവെച്ച് സഹോദരിയെ ഇവിടെ മത്സരിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ആ സന്ദർഭത്തിൽ പ്രിയങ്ക ഗാന്ധി പറഞ്ഞെന്താണ്? ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ സിദ്ധരാമയ്യയുമായി സംസാരിച്ചിട്ട് രാത്രിയാത്രാ നിരോധനത്തിന് പരിഹാരം ഉണ്ടാക്കും, റെയിൽവേ കാര്യത്തിൽ പരിഹാരമുണ്ടാക്കും, വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ പരിഹാരമുണ്ടാക്കുമെന്ന് പറഞ്ഞ ആളുകളുടെ നിലപാടെന്താണ്? കോൺഗ്രസ് ഗവൺമെൻറ്റാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സിദ്ധരാമയ്യയാണ് അവിടുത്തെ മുഖ്യമന്ത്രിയെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അദ്ദേഹവുമായി സംസാരിച്ച് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. ആളുകളൊക്കെ ഓർമ്മയില്ലാത്തവരെന്നാണോ ഇവരുടെ ധാരണ? വോട്ടർമാരെല്ലാം ഒന്നും ഓർമ്മിക്കാത്തവർക്ക്, എല്ലാവർക്കും ഓർമ്മയില്ലാത്തൊരു വോട്ടർമാരാണെന്ന രീതിയിൽ അവരെ കളിയാക്കുകയും അപമാനിക്കുകയും അവരെ പുച്ഛിക്കുകയും ചെയ്യുന്നൊരു സ്റ്റേറ്റ്മെൻ്റല്ലേ UDF നേതാക്കൾ ഇട്ടിരിക്കുന്നത്. നാളെ പരിഹരിക്കാൻ വേണ്ടി കഴിയും സിദ്ധരാമയ്യ വിചാരിച്ചാൽ രാത്രിയാത്രാ നിരോധനം. അതിന് MP മുൻകൈ എടുക്കണം. അതിന്
രാഹുൽ ഗാന്ധി രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് മുൻകൈ എടുക്കണം. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇതെല്ലാം LDFൻ്റെ തലയിൽ കെട്ടിവെക്കുന്ന രീതിയാണ്, കേരള സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കുന്ന രീതിയാണ് അവരെടുത്തുകൊണ്ടിരിക്കുന്നത്. റെയിൽവേയുടെ കാര്യത്തിലും സമാന സ്ഥിതി തന്നെയാണുള്ളത്. റെയിൽവേയുടെ കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെയും കൂടി ഒരു ഇടപെടൽ അനിവാര്യമാണെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒട്ടേറെ സർവേകളും കാര്യങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനോട് പൂർണ്ണമായിട്ടും കേരളത്തിലെ സർക്കാർ KRDC, കേരള റെയിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് KRDC നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. പൂർണ്ണമായി സഹകരിക്കുന്ന രീതിയാണ് കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ച് നമുക്ക് കാണാൻ വേണ്ടി കഴിയും.